കർത്താവായ യേശുക്രിസ്തുവിലും അവിടുത്തെ വിശ്വസദാസരായ പരിശുദ്ധ അമ്മയിലും നൽമരണ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവിലും ഏറ്റവും സ്നേഹമുള്ളവരെ, ഡിവൈൻ വോയിസിൻ്റെ ഈ വചനവേദിയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ആഴത്തിൽ വിചിന്തനം ചെയ്യുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. അനിവാര്യമായി കടന്നുപോക്കിനെക്കുറിച്ച് ഒന്ന് ധ്യാനാത്മകമായി ചിന്തിക്കുക നമ്മുടെ ജീവിതത്തെ കൂടുതൽ ക്രമപ്പെടുത്തി ജീവിക്കാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം നാം കേൾക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. പക്ഷേ നമ്മളെല്ലാവരും ജീവിതത്തിൽ അനിവാര്യമായി അഭിമുഖീകരിക്കേണ്ട യാഥാർത്ഥ്യമാണ്. അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട്, വ്യത്യസ്തമായ കാഴ്ചപ്പാട്, ദൈവം അതിനെക്കുറിച്ച് പറയുന്നത് എന്ത്, അത് നമുക്ക് തരുന്ന പ്രതീക്ഷ, വചനം നമുക്ക് തരുന്ന പ്രതീക്ഷ, അത് നമ്മൾ ഇന്ന് ആഴത്തിൽ ഒന്ന് ഉൾക്കൊള്ളുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഏറ്റവും വലിയൊരു ഭയം എന്ന് പറയുന്നത് മരണം തന്നെയാണ്. ഈ ഭൂമിയിൽ മരണഭയത്തോടുകൂടി ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. മറ്റു മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ മരണഭയമില്ല. എന്നാൽ വിശുദ്ധ വചനം നമ്മെ ഓരോരുത്തരെയും ഏറ്റവും പ്രത്യേകമായി ഈ ഒരു ഭയപ്പാടിൽ നിന്ന് സുന്ദരമായ പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുകയാണ്. വചനത്തിലെ ഓരോ ഭാഗങ്ങളും അതിന് നമ്മെ സഹായിക്കാൻ ഉതകുന്ന ഒന്നാണ്. മരിക്കും എന്ന ഉറപ്പ് നമുക്കുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുക, അതാണ് ഏറ്റവും വേണ്ടത് എന്നുള്ളത് തിരിച്ചറിയുക. വിശുദ്ധ ബൈബിളിൽ ദാവീദിൻ്റെ സുന്ദരമായ പ്രാർത്ഥന 23-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 4-ാമത്തെ തിരുവചനം: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. നമ്മെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ വലിയ ഒരു ഉറപ്പ് അല്ലെങ്കിൽ വലിയൊരു സംരക്ഷണമാണ് ഈ വചനം തരുന്നത്. എന്തുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം ധൈര്യത്തോടുകൂടെ പ്രഘോഷിക്കാൻ തയ്യാറായത്? മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അങ്ങ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. മരണഭയത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മരണം ഭയകാരണമാകരുത്. മറിച്ച് അത് പുഞ്ചിരിയോടും വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടെ സ്വീകരിക്കേണ്ട ഒരു ദൈവികമായ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് തിരിച്ചറിയുക. പ്രധാനപ്പെട്ട 3 വചന ചിന്തകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മരണത്തെ സംബന്ധിച്ചുള്ള വചനം നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട 3 ചിന്തകൾ, 3 ബോധ്യങ്ങൾ, അത് വലിയ ഉറപ്പിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കാൻ ഇടവരുത്തും. ഒന്നാമത്തെ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, മരണം എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കണം. നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അത്. ഹെബ്രായ ലേഖനം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം ഒരു പ്രഘോഷണം എന്നതുപോലെ, ദൈവത്തിൻ്റെ ഒരു കൽപ്പന എന്നതുപോലെ വ്യക്തമായിട്ട് വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം. പ്രത്യക്ഷത്തിൽ വലിയ അർത്ഥമില്ലാത്തൊരു വചനമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും കൃത്യമായ ദൈവിക സന്ദേശം ഉൾക്കൊള്ളുന്ന ഒന്നാണ്. നിന്റെ ജീവിതത്തിൽ അനിവാര്യമായ ഒന്നാണ് ഇത് എന്നുള്ളത് നീ മനസ്സിലാക്കുക. മനുഷ്യൻ നിശ്ചയമായും ഒരു പ്രാവശ്യം മരിക്കണം. ഈ ഭൂമിയിൽ നമ്മെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്. ചിലപ്പോൾ വ്യക്തിപരമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ഇടയാകുന്ന ഒരു കാര്യമായിരിക്കാം, ചിലപ്പോഴെങ്കിലും. എപ്പോഴും ആകണമെന്ന് നിർബന്ധമില്ല. കാരണം ഈ ഒരു യാഥാർത്ഥ്യം എന്നെ ഒരു രീതിയിലും സ്പർശിക്കില്ല എന്നുള്ള രീതിയിൽ കൽപ്പാന്തകാലത്തോളം ഇങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ തന്നെ നടക്കുമെന്നുള്ള രീതിയിൽ മനുഷ്യൻ ജീവിക്കുന്നു.
ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ അവൻ തയ്യാറാകുന്നില്ല. സുഖഭോഗങ്ങളിൽ, പാപങ്ങളിൽ, അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ ഈ വെള്ളി വെളിച്ചത്തിൽ അവനിങ്ങനെ മയങ്ങി ജീവിക്കുകയാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പോലും അവൻ തയ്യാറാകുന്നില്ല. ഇത് ഏറ്റവും വലിയ മനുഷ്യൻ്റെ പരാജയങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് തിരിച്ചറിയുക. വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ പഠനങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും മനുഷ്യൻ ഉണരുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്തയാണ് മരണബോധം, മരണവിചാരം. മരണഭയമല്ല, മരണവിചാരം. എന്താണ് മരണവിചാരവും മരണഭയവും തമ്മിലുള്ള വ്യത്യാസം? മരണഭയം എന്ന് പറയുന്നത് പ്രത്യാശയില്ലാത്ത അനുഭവമാണ്. അത് പേടിയോടുകൂടെ നമ്മൾ സ്വീകരിക്കുന്ന ഒന്നാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു അസ്വസ്ഥത, അതിനുശേഷം എവിടെ, എങ്ങനെ, എപ്പോൾ എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യവും ഇല്ലാത്ത സ്ഥിതിവിശേഷം. എങ്ങനെ മരിക്കും, എപ്പോൾ മരിക്കും, മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും, ഇങ്ങനെ സംശയങ്ങളുടെ നീണ്ട നിര നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ ഈ ഭയം, അസ്വസ്ഥമായ ഈ ഭയം വന്ന് അവനെ പിടികൂടും. ഇത് അരുത് എന്നാണ് അഗസ്റ്റിൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക. മറിച്ച് മരണവിചാരം എന്താണ്? മരണവിചാരം എന്ന് പറയുന്നത് ഈ ഭൂമിയല്ല നമ്മുടെ സ്ഥിരവാസ കേന്ദ്രം. നമുക്കായി സ്വർഗത്തിലൊരു ഇടമുണ്ട്, അവിടേക്ക് നമ്മൾ യാത്രയാകണം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 14-ാമത്തെ അധ്യായം 1-2 തിരുവചനങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ വായിക്കുക. കർത്താവായ യേശുനാഥൻ പറയുന്നൊരു കാര്യമുണ്ട്. തുടർന്നും അദ്ദേഹം അവിടെ നിന്ന് വ്യക്തമായി അത് ബോധ്യപ്പെടുത്തി തരുന്നുമുണ്ട്. വചനത്തിൽ എങ്ങനെയാണ് വായിക്കുക? നിങ്ങൾ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? എന്നിൽ വിശ്വസിക്കുക. നിങ്ങൾ ഒരു രീതിയിലും അകുലപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും വേണ്ട. തുടർന്നുള്ള വചനത്തിൽ നമ്മൾ വായിക്കുക, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്കായി അനേകം വാസസ്ഥലങ്ങളുണ്ട്, അത് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു സുന്ദരമായൊരു കാഴ്ചപ്പാട് വിശുദ്ധ ബൈബിളാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഭയത്തോടുകൂടെ സ്വീകരിക്കേണ്ട ഒന്നല്ല. നമുക്ക് വേണ്ടി സുന്ദരമായ ഒരു ഇടം, നമുക്ക് നമ്മുടെ ജീവിതം തുടർന്നുള്ള നമ്മുടെ ആ അനുഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഇടം കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അവിടേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ഈ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുക, നമ്മൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക. എപ്പോഴും ഒരു ബോധ്യം നമുക്കുണ്ടാകണം, വിശുദ്ധന്മാരുടെ ജീവിതം ഇപ്രകാരം തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കുക. വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് കർത്താവ് ഈ കാര്യം നമ്മളോട് പറയുക. വിശുദ്ധന്മാരുടെ ജീവിതം തന്നെ സുന്ദരമായൊരു ജീവിതമാണ്. അവർ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാൻ ഈ യാഥാർത്ഥ്യത്തെ ഹൃദയപൂർവ്വം ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായി. എന്തുകൊണ്ടാണ് സഭാ സംവിധാനത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ മരണത്തെക്കുറിച്ചുള്ള ആ ചിന്ത വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് അനിവാര്യമായി ധ്യാനിക്കേണ്ട ഒന്നാണ് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ ജീവിതത്തിന് അർത്ഥവും ആഴവും എല്ലാം വരുന്നത് ഈ മരണശേഷമാണെന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനായിട്ട് ഏറ്റവും പ്രത്യേകമായിട്ട് തയ്യാറാകുക. രണ്ടാമത്, വചനം നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നത് വലിയൊരു പ്രത്യാശയുടെ ഒരു അനുഭവമാണ്. നമുക്ക് മരണം ഭയമാണല്ലോ. അപ്പോൾ സുവിശേഷങ്ങൾ ഏറ്റവും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി തരുന്ന സുന്ദരമായ ഒന്നുണ്ട്. സുവിശേഷങ്ങളിൽ മരണത്തെ സൂചിപ്പിക്കുക ഉറക്കമായിട്ടാണ്. മരണത്തെ ഉറക്കമായിട്ട് വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്ന ഭാഗം ബൈബിളിലെ തന്നെ ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് അവനെ ഉയർപ്പിക്കുന്ന ഭാഗം. മരിച്ച് 4 ദിവസം കഴിയുമ്പോൾ ലാസറിൻ്റെ ശവകുടീരത്തിൻ്റെ മുമ്പിൽ വന്നു നിന്ന് കർത്താവ് അവനോട് പുറത്തു വരിക എന്ന് ആവശ്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ലാസർ മരിച്ചു എന്നുള്ള വിവരം കർത്താവിന് ലഭിക്കുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: അവൻ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താനായിട്ട് നമുക്ക് പോകാമെന്ന്. എന്നിട്ടാണ് ലാസറിൻ്റെ ഭവനമായ ബെഥാനിയയിലേക്ക് അവർ യാത്ര ആരംഭിക്കുന്നത്. അവിടെ എത്തുമ്പോഴും കർത്താവ് പ്രത്യേകമായി ആ ശവകുടീരത്തിന് കല്ലറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നൊരു കാര്യം, ലാസറെ നീ പുറത്തു വരിക എന്ന് വെച്ചാൽ ഉറക്കത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ഇങ്ങനെ തട്ടി എഴുന്നേൽപ്പിക്കുന്നത് പോലെയുള്ള അനുഭവം. പ്രിയപ്പെട്ടവരെ, വീണ്ടും മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനത്തിൽ മരിച്ച ഒരു വ്യക്തിയെ വീണ്ടും കർത്താവ് ജീവനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? ഉറങ്ങുകയാണ്, ആ വ്യക്തി ഉറങ്ങുകയാണ്. കൂടെ നിന്നവർ പരിഹസിക്കുന്നു. പക്ഷേ ഉറക്കത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു വ്യക്തിയെ തട്ടി ഉണർത്തി എഴുന്നേൽപ്പിക്കുന്നത് പോലെയുള്ള
ഭാവത്തോടു കൂടിയിട്ടാണ് കർത്താവ് ഏറ്റവും പ്രത്യേകമായി ആ അത്ഭുതം പ്രവർത്തിക്കുന്നത്. അപ്പം മരണം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നത് പോലെ തന്നെ ഏറ്റവും പ്രത്യേകമായി അത് ഒരു ഉറക്കത്തിൻ്റെ അനുഭവമാണ്. വീണ്ടും വിശുദ്ധ അഗസ്റ്റിൻ്റെ പഠനങ്ങളിലേക്ക് നമുക്ക് വരാം. അദ്ദേഹം പറയുന്ന സുന്ദരമായൊരു പ്രതീകമുണ്ട്. ഈ ഭൂമിയിൽ ഉറങ്ങി സ്വർഗീയ പിതാവിൻ്റെ മടിത്തട്ടിൽ ഉണർന്നെണീക്കുന്ന സുന്ദരമായ ഭാവമാണ് മരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് ഒരു വലിയ ഒരു ബോധ്യമായിട്ട് തീരാനായിട്ട് ഇടവരണം. നമ്മൾ മറന്നു പോകരുത്. അനിവാര്യമായ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നിന്ന് ഓരോ വ്യക്തികൾ വേർപിരിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ശൂന്യതയുണ്ടാകും, സ്വാഭാവികമായിട്ട് സങ്കടം ഉണ്ടാകും, സ്വാഭാവികമായിട്ടൊരു അസ്വസ്ഥതയുണ്ടാകും. അത് എല്ലാത്തിൻ്റെയും അവസാനമായിട്ട് കരുതരുത്. വിശ്വാസത്തിൻ്റെ ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മളെ നയിക്കരുത്. നാളുകൾക്ക് ശേഷം നമ്മളും ഈ ഒരു യാഥാർത്ഥ്യത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കണം എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചും കളയരുത്. മറിച്ച് ഈ ഒരു ബോധ്യം, സുവിശേഷം നമുക്ക് തരുന്ന ഈ ഒരു വലിയൊരു ബോധ്യം, നമുക്കത് ബലമായിട്ട് തീരാനായിട്ട് ഇടവരണം. മൂന്നാമതൊരു കാര്യം, മരണത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വചനം തരുന്ന ഏറ്റവും വലിയ ഒരു ഉറപ്പാണ്. മരണം നമ്മെ സംബന്ധിച്ച് ഒരു നേട്ടമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനാണ് ഈ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തി തരിക. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ തിരുവചനം, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. അപ്പോൾ വചനം തരുന്ന ഏറ്റവും സുന്ദരമായ ഒന്നാണ് മരണം നമ്മെ സംബന്ധിച്ചൊരു നേട്ടമാണ്, ഒരു ലാഭമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് മരണം നമുക്ക് ലാഭമായിട്ട് തീരുക, നേട്ടമായിട്ട് തീരുക? ആത്മീയമായും അതോടൊപ്പം തന്നെ ശാരീരികമായിട്ടും ഇത് നേട്ടമായിട്ട് തീരുകയാണ്. ശാരീരികമായിട്ട് എങ്ങനെയാണ് മരണം നേട്ടമായിട്ട് തീരുക? ശാരീരികമായിട്ട് നേട്ടമായിട്ട് തീരുക എന്ന് പറയുന്നത്, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരം പോലെ രൂപാന്തരീകരണം പ്രാപിക്കാനായിട്ട് ഇടവരും. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴുള്ള ഭാഗം അത്ഭുതാതരോട് കൂടിയിട്ടല്ലേ നമ്മൾ വായിക്കുക. അതേ ഒരു അനുഭവം, ശരീരത്തിന് അതേ ഒരു അനുഭവം നമുക്ക് ലഭിക്കാൻ ഇടവരും. രോഗത്തിൻ്റെയും അസ്വസ്ഥതയുടെയും അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ സാധിക്കും. ശരീരത്തിൻ്റെ പരിമിതികളിൽ നിന്ന് അതിജീവിക്കാനായിട്ട് ഏറ്റവും പ്രത്യേകമായിട്ട് സാധിക്കും. അപ്പോൾ നമ്മെ സംബന്ധിച്ചതൊരു നേട്ടമാണെന്ന് ഏറ്റവും പ്രത്യേകമായിട്ട് തിരിച്ചറിയുക. ശാരീരികമായിട്ടുള്ള വലിയ ഒരു നേട്ടമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതെ ഇരിക്കുക. വീണ്ടും മരണം ആത്മീയമായിട്ട് നമുക്കൊരു നേട്ടമാണ്. എങ്ങനെയാണ് ആത്മീയമായിട്ട് നേട്ടമായിട്ട് തീരാൻ ഇടവരുന്നത്? പ്രിയപ്പെട്ടവരെ ഓർക്കുക, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ വിശ്വാസത്താലാണ് ദൈവത്തെ സ്തുതിക്കുക. എന്നാൽ മരിച്ചതിന് ശേഷം ദൈവത്തെ അഭിമുഖം നമുക്ക് സ്തുതിക്കാനായിട്ട് സാധിക്കും. വെളിപാടിൻ്റെ പുസ്തകം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദർശനങ്ങളുടെ അനുഭവത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് സ്വർഗീയവാസികൾ, വിശുദ്ധന്മാർ സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന അനുഭവം ഉണ്ടാകുന്നത്? ഇവിടെ വെളിപാടിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച സ്വർഗീയ ദർശനം, പ്രത്യേകിച്ച് യോഹന്നാന് ആ ദർശനത്തിൻ്റെ അനുഭവത്തിൽ ഉണ്ടാകുന്നുണ്ട്. 7 വിളക്കുകളുടെ നടുവിൽ ഇങ്ങനെ പ്രശോഭിതമായ അനുഭവത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം. എങ്ങനെയാണ് സ്വർഗവാസികൾ ദൈവത്തെ സ്തുതിക്കുക? പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സ്തുതികീർത്തനം ആലപിച്ചുകൊണ്ട്, ഹല്ലേലൂയ സ്തുതികീർത്തനം ആലപിച്ചുകൊണ്ട്. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, വലിയ ജനക്കൂട്ടത്തിൻ്റെ ആരവം പോലെ, വലിയ ഇടിമുഴക്കത്തിൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം പോലെയാണ് കർത്താവിനെ അവർ സ്തുതിക്കുക. ആ സ്തുതിയുടെ ഒരു പ്രത്യേകത, അത് വലിയൊരു ആനന്ദം, നിലനിൽക്കുന്ന ഒരു ആനന്ദം നമുക്ക് തരുന്നൊരു അനുഭവമാണ്. അത് മരണത്തിലൂടെയാണ് നമുക്ക് സാധ്യമാകുക. അപ്പോൾ ആത്മീയമായി വലിയ നേട്ടമാണ് നമുക്ക് ലഭിക്കുക. മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അതിജീവിച്ച് ഏറ്റവും വിശുദ്ധമായ അനുഭവത്തോടു കൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന സുന്ദരമായ ഒന്നാണ് മരണം എന്നുള്ളത് നമ്മൾ മറന്നു പോകാതിരിക്കുക. അതുകൊണ്ടിത് നേട്ടമായിട്ട് തീരാൻ ഇടവരും. നമ്മുടെ ശരീരത്തിൽ, അതോടൊപ്പം തന്നെ ആത്മീയ ജീവിതത്തിൽ എന്തുമാത്രം അസ്വസ്ഥതയും ആകുലതയും നമുക്കുണ്ട്. അതുകൊണ്ടല്ലേ വിശുദ്ധാത്മാക്കൾ വളരെ ആഗ്രഹത്തോടുകൂടെ പ്രത്യേകമായി മരണത്തിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. മുഖാഭിമുഖം അവർ അതിനു വേണ്ടിയിട്ട് കർത്താവിനെ ദർശിക്കാനായിട്ട് ആഗ്രഹിച്ചത്. ഫേസ് ടു ഫേസ് ആയി നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്ന ഒരു അനുഭവം എത്രയോ സുന്ദരമായൊരു അനുഭവമാണ്.
വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സങ്കീർത്തന പുസ്തകം അതിൻ്റെ 116 അധ്യായം അതിൻ്റെ 15 തിരുവചനം, തൻ്റെ വിശുദ്ധന്മാരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ഈ ഒരു അമൂല്യമായ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. ഈ കാര്യം നമ്മൾ മറന്നു പോകരുത്. വെളിപാടിൻ്റെ പുസ്തകം അതിൻ്റെ 14 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 13 തിരുവചനത്തിൽ മരണത്തെക്കുറിച്ച് ഇത്രയും ശ്രേഷ്ഠമായ ഒരു വിശദീകരണം ബൈബിളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അത്ര സുന്ദരമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. വചനത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുക? കർത്താവിൽ മൃതി അടയുന്നവർ ഭാഗ്യവാന്മാർ. ശ്രദ്ധിക്കണം, കർത്താവിൽ മൃതി അടയുന്നവർ ഭാഗ്യവാന്മാർ. നമ്മളെ സംബന്ധിച്ച് എന്താ മരണം എന്ന് പറയുന്നത്, ആ വേർപാടെന്ന് പറയുന്നത് വലിയ ഭയകാരണമായിട്ടാണ് നമ്മൾ തീരുക. അത് സങ്കടത്തിൻ്റെ അവസ്ഥാവിശേഷം ഇങ്ങനെ നിറഞ്ഞ് കവിയാൻ ഇടവരികയാണ്. ശ്മശാനം, സിമിത്തേരി, അത് അതിൻ്റെ ആന്തരികമായ ഒരു അർത്ഥം പറയുന്നത് വിശ്രമിക്കാനുള്ളൊരു ഇടം എന്നാണ് പറയുന്നത്. എ പ്ലേസ് ടു സ്ലീപ്പ്, സുന്ദരമായ ഒന്ന്. അപ്പോൾ അത് ഭാഗ്യമായിട്ടാണ് കർത്താവ് പറയുന്നത്. വീണ്ടും വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇതാണ്, തുറന്നുള്ള വചനത്തിൽ വായിക്കുന്ന ഒന്നാണ്. വെളിപാടിൻ്റെ പുസ്തകം 14:13 അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന്, മരിച്ചവർക്ക് ലഭിക്കുന്ന വലിയ കൃപ ഇങ്ങനെയാണ്, അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും, അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും, പ്രശാന്തമായൊരു അനുഭവം അവർക്കുണ്ടാകും. ഈ ഭൗമിക ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച്, വിമോചനം പ്രാപിച്ച്, സ്വസ്ഥതയുടെ, പ്രശാന്തതയുടെ അനുഭവത്തിലേക്ക് അവർ കടന്നു വരാനായിട്ട് അവർക്ക് സാധിക്കും. മറ്റൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ മരണവിചാരം നമുക്ക് വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതുപോലെ സ്വസ്ഥവും ശാന്തവും ഭാഗ്യവുമായ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് സാധിക്കണം. ജീവിതത്തിൻ്റെ അനുഭവം പ്രത്യേകമായിട്ട് ക്രമപ്പെടുത്തണം. ഞാൻ കർത്താവിന് യോജിച്ച രീതിയിലാണോ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് ഏറ്റവും പ്രത്യേകമായിട്ട് നമുക്ക് സാധിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മരിച്ചവർക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു അനുഭവം നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് നവംബർ മാസത്തിൽ മരിച്ച വിശ്വാസികളെ പ്രത്യേകമായിട്ട് അനുസ്മരിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ ദേവാലയങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിച്ചും അതോടൊപ്പം തന്നെ ഒപ്പീസ് ചൊല്ലിയും കുഴിമാടങ്ങൾ സന്ദർശിച്ചും ഒക്കെ ഏറ്റവും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. വിശുദ്ധ ജത്രൂദ് എന്ന് പറയുന്ന മഹാവിശുദ്ധയുണ്ട്. ആ വിശുദ്ധയുടെ അടുക്കലേക്ക് കർത്താവ് ഒരിക്കൽ കടന്നു വന്ന ദർശനത്തിൽ ഓർമ്മപ്പെടുത്തിയൊരു കാര്യം ഇതാണ്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. മരിച്ചുപോയവർക്ക് പിന്നീട് തങ്ങളുടെ ജീവിതം ഇപ്രകാരം രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള നേർച്ച കാഴ്ചകളോ പ്രാർത്ഥനകളോ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് മാത്രമേ അവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ള നിത്യസത്യം സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം എന്നുള്ളതാണ്. ഈ നരകം എന്നത് ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒന്നല്ല. ദൈവത്തിൽ നിന്നുള്ള പരിപൂർണമായ വേർപെടുത്തലാണ് നരകം എന്നതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വിശേഷണം. ആ ഒരു യാഥാർത്ഥ്യം കൊണ്ട് അംഗീകരിക്കണം. ദൈവഹിതാനുസാരമല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എത്ര ഭയപ്പെട്ടിട്ടും കാര്യമില്ല, അനിവാര്യമായ ഈ സ്ഥലത്തേക്ക് നമ്മൾ നിബന്ധിക്കും. ഒരു വിധിയുമുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ച് കളയരുത്. മത്തായി അതിൻ്റെ 25 നമ്മളത് വായിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളും പ്രതീക്ഷ പകർന്നതെന്നും ഒന്നില്ലേ, അത് മറ്റൊന്നുമല്ല, സ്വർഗം. നിരന്തരം ദൈവത്തിൻ്റെ സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും കുറവുകളോ പരിമിതികളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ കുറവുകളെയും പരിമിതികളെയെല്ലാം അതിജീവിക്കാനും വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്കുള്ള സാധ്യത തുറന്നു തരുന്ന ഒന്നാണ് ശുദ്ധീകരണ സ്ഥലം. അപ്പം അവിടെ വീണുപോയിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ദൈവത്തെ അവർക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ സ്വർഗീയ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലണമെന്നുണ്ടെങ്കിൽ ഒരു വിശുദ്ധീകരണം വളരെ അത്യാവശ്യമാണ്. അപ്പം ജത്രൂദ് ഈ പ്രാർത്ഥന ഉരുവിടുന്നു, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സുന്ദരമായ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ സുന്ദരമായി പ്രാർത്ഥന നമുക്ക് ലഭിക്കും. എല്ലാ ദിവസവും സാധിക്കുന്നിടത്തോളം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക.
അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അത് വലിയൊരു അനുഗ്രഹമാണ്, വലിയ തടസ്സങ്ങൾ മാറാനുള്ള ഒന്നായിട്ട് കരുതപ്പെടുന്നുണ്ട്. വിശുദ്ധ ജത്രോദിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. ഒരിക്കൽ ജത്രോദ് ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നം ഇപ്രകാരമാണ്: കർത്താവ് സ്വർണ്ണ നാണയങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്നു. അപ്പോൾ ജത്രോദ് ചോദിക്കുന്നുണ്ട്, കർത്താവ് ഇതെന്താണ്, ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ജത്രോദിനോട് കർത്താവ് പറയുന്ന ഒരു മറുപടി ഇപ്രകാരമാണ്: ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയും എൻ്റെ മുമ്പിൽ അമൂല്യമായ ഒന്നാണ്. അതിനെ ഞാൻ വിലമതിക്കുന്നു. മനുഷ്യൻ്റെ മുമ്പിൽ ഏറ്റവും അമൂല്യമായി അവൻ കരുതുന്ന സ്വർണത്തെക്കാളും അമൂല്യമായ ഒന്നാണ് മനസ്സിലാകാൻ വേണ്ടി ആ ഒരു ദർശനമാണ് ജത്രോദിന് ലഭിക്കുക. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മടുപ്പ് കൂടാതെ, അസ്വസ്ഥത കൂടാതെ നമ്മൾ ഈ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കണം. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ ക്രമപ്പെടുത്തുന്ന ഒരു അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇക്കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പം മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം ഭയവും ഭീതിയും ജനിപ്പിക്കുന്ന ഒന്നല്ല. കാരണം അതിൻ്റെ ഒരു അസന്നിഗ്ധാവസ്ഥയാണ് ഭയത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം തരുന്ന ഈ വലിയ ഉറപ്പ്, ഈ വലിയ ബലം നമ്മൾ മറന്നു പോകാതിരിക്കാൻ ഏറ്റവും പ്രത്യേകമായിട്ട് നമുക്ക് സാധിക്കട്ടെ. നൽമരണ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. യൗസേപ്പിതാവിനോടുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ്. യേശു കർത്താവിൻ്റെ മടിയിൽ കിടന്ന് സ്വസ്ഥമായി മരിക്കാൻ സാധിച്ച യൗസേപ്പിൻ്റെ ആ മാധ്യസ്ഥം അത് നമ്മൾ വിസ്മരിച്ച് കളയരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക, ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക. ഈ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ യാഥാർത്ഥ്യമായി മനസ്സിലാക്കാനായിട്ട് ഏറ്റവും പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. മരണം മൂലം നമ്മൾ വേർപെട്ടു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഏത് കാലത്തിലും ഏത് സമയത്തും പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഈ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് അംഗീകരിക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും സുന്ദരമായൊരു ബലം, ഇതൊരു നേട്ടമാണ്. ഓർക്കുക, കർത്താവ് തരുന്ന നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു അനുഭവമാണ് മരണം. ഒരു ഉറക്കമാണ്. ഇവിടെ ഉറങ്ങി സ്വർഗീയ പിതാവിൻ്റെ മടിത്തട്ടിൽ ഉണർന്നെണീക്കുന്ന ഒരനുഭവം. അതുകൊണ്ട് ഈ വലിയ ബോധ്യങ്ങൾ നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ഭയകാരണമായ ഒന്നല്ല, സ്വർഗത്തിലേക്കുള്ളൊരു വഴിയാണെന്നുള്ള ചിന്ത നമുക്ക് അനുഗ്രഹമായിട്ട് തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മരണത്തെ ജയിച്ച കർത്താവെ, മരിച്ചവരെ ഉയർപ്പിച്ചവനെ, ഞങ്ങൾക്ക് നിത്യജീവൻ പകർന്നു തരുന്ന യേശു കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഭയകാരണമില്ലാതെ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനും സ്വർഗത്തിലേക്ക് വഴിയായി ഇതിനെ സ്വീകരിക്കാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. മാലാഖമാരുടെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് തേടുന്നു. നൽമരണ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി എന്നും എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ.